السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ക്ലാസ്സിനെ മുടങ്ങാതെ കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യം പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച്. ലൈലത്തുൽ ഖദർ അത് എല്ലാ രാജ്യത്തും ഒരേ ദിവസമാണോ ലൈലത്തുൽ ഖദർ? അതല്ല വേറെ വേറെ ദിവസമുണ്ടോ ലൈലത്തുൽ ഖദർ? ഗൾഫ് രാജ്യങ്ങളിൽ 21 നമ്മുടെ നാട്ടിൽ 20ാമത്തെ രാത്രിയാണ്. അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തിൽ 27 അവർക്ക് നോമ്പ്, നമുക്ക് 26. അല്ലെങ്കിൽ 25ാം രാവാണ് നമ്മൾക്ക്. അങ്ങനെ ഉള്ള അവസരത്തിൽ ലൈലത്തുൽ ഖദർ എപ്പോഴാണ്? എല്ലാ രാജ്യത്തും ഒരേ ദിവസമാണോ ലൈലത്തുൽ ഖദർ? ഇങ്ങനെ പല മുഹിബീങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാള് എഴുതി വിട്ടു, ഇതിനെ കുറിച്ച് പറയണം, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? എല്ലാ രാജ്യത്തും ഒരുപോലെയാണോ ലൈലത്തുൽ ഖദർ? അതിനെക്കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്? വിശദമായി വ്യക്തമായി ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുല്ലാഹ്, ഖാതിമുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ തുഹ്ഫയിൽ പറയുന്നു, വൽ മദ്ഹബു അന്നാ ലൈലത്തുൽ ഖദ്രി തൽസമു ലൈലതൻ. ലൈലത്തുൽ ഖദ്ർ അതെന്താണ്? രാത്രിയിലാണ്. മിനൽ ലയാലിൽ അശ്ർ, അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ. അപ്പൊ അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ എന്ന് മുത്തുനബി തങ്ങളും ഹദീസിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ തോഫാന്റെ ആശയാകുന്ന ഇമാം ഷർവാൻ ഇമാം പറയുന്നു, ശരിക്കൊന്ന് മനസ്സിലാക്കണം, സുമ്മ യുഅ്തമലു അന്നഹാ തകൂനു ഇൻദ കുല്ലി ഖൗമിൻ. ഒരുപാട് വിശദീകരിക്കുന്നു അവിടെ. ഓരോരുത്തരുടെയും മാസം കണ്ട അടിസ്ഥാനത്തിലാണ് അവരുടെ രാത്രിക്ക് അനുസരിച്ച് കൊണ്ടായിരിക്കും ലൈലത്തുൽ ഖദർ. എല്ലാവർക്കും ഒരു രാത്രിയല്ല. മനസ്സിലായില്ലേ? ഇമാം ഷർവാൻ ഇമാം പറയുന്നത് ഓരോരുത്തരുടെയും മാസം കണ്ട അടിസ്ഥാനത്തിലാണ് അവർക്ക് ലൈലത്തുൽ ഖദർ. അതനുസരിച്ചിട്ടാണ്, എല്ലാവർക്കും ഒരേ രാത്രിയല്ല. ചില ആൾ പറയും, ഉസ്താദെ അത് നമുക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലേ, ഒരേ രാത്രിയിലല്ലേ? അത് ബുദ്ധിക്ക്, നമ്മളെ അഖലിക്ക് യോജിക്കുന്നില്ല. എന്നാൽ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണോ നോക്കിയിട്ടാണോ ദീനിന്റെ കാര്യം വ്യക്തമാക്കുന്നത്? ഖുർആനും ഹദീസും ഇതിന്റെ വെളിച്ചത്തിലല്ലേ കർമ്മശാസ്ത്ര ഇമാമിങ്ങൾ പറയുന്നത്? എല്ലാത്തിനും രേഖ വേണം, നക്കല് വേണം, ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജർ അൽ-ഹൈതമി റഹിമഹുല്ലാഹ് തന്റെ ഫതാവയിൽ വിശദീകരിക്കുന്നുണ്ട്.
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജുമാന്റെ പാഠത്തിൽ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല ഇവിടെ ദീന് നോക്കുന്നത്. അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഖുർആനും ഹദീസും എന്തു പറഞ്ഞു അതാണ് പറയുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. എല്ലാ ഓരോരുത്തരുടെയും മാസം കണ്ട അടിസ്ഥാനത്തിലാണ് അവരുടെ അന്നത്തെ ലൈലത്തുൽ ഖദർ എല്ലാവർക്കും ഒരുപോലെയല്ല. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ചില മനുഷ്യന്മാർക്കുള്ള സംശയം, ലൈലത്തുൽ ഖദറിൽ മരിച്ചുപോയ ആത്മാക്കൾ അത് വരുമോ? അങ്ങനെ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ബഹുമാനപ്പെട്ട ഇമാം സ്വാബി ഇമാം സൂറത്തു ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നിട്ട് തനസ്സലുൽ മലായികതു വറൂഹു, ഇവിടെ റൂഹ് കൊണ്ടുള്ള ഉദ്ദേശം ആദം നബിയുടെ സന്താനങ്ങൾ, ആദം നബിയുടെ അർവാഹുകൾ വരും. സഖായിറുൽ അഖ്വാൻ എന്നുള്ള കിതാബിൽ പറയുന്നു, റൂഹുൽ അഖരിബായി വല്ലംവാദീൻ, കുടുംബക്കാരുടെയും മരിച്ചുപോയവർക്കുള്ളയും ആത്മാക്കൾ അന്നത്തെ രാത്രിയിൽ വരും. വന്നിട്ട് പറയും ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യണേ. അങ്ങനെയുണ്ട്. പിന്നെ ചില ആൾ ചോദിക്കും, ലൈലത്തുൽ ഖദർ അതിന്റെ അടയാളം എന്തൊക്കെയാണെന്ന് അത് നൂറെ മദീന അതിൽ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി കിതാബിന്റെ അടിസ്ഥാനങ്ങൾ അതിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലൈലത്തുൽ ഖദർ ആവാൻ ഒറ്റപ്പെട്ട ആ രാത്രിയിൽ, സാധ്യതയുള്ള രാത്രിയിൽ മുത്തുനബി തങ്ങളുടെ ഭാര്യയാകുന്ന ആയിഷ ഉമ്മ ചോദിച്ചു, എന്ത് നബിയെ അന്നത്തെ ദിവസത്തിൽ ചൊല്ലേണ്ട ദിക്ർ? അപ്പോൾ മുത്തുനബി പറഞ്ഞു കൊടുത്തത്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ ദിക്ർ. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ അജർ ലൈതമി റഹിമഹുല്ലാഹ് തന്റെ കിതാബിൽ പറയുന്നു, മന്നജുൽ കവീം വയഖൂലു ഫീഹാ, ആ ദിവസത്തിൽ ആ ലൈലത്തുൽ ഖദറിൽ പറയണം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം നബവി ഇമാം റഹിമഹുല്ലാഹ് തന്റെ അസ്കാർ എന്നുള്ള കിതാബിൽ പറയുന്നത്, ഇതിനെ ഇക്സാർ ചെയ്യൽ സുന്നത്താണ്, ധാരാളം ചൊല്ല അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന്. ആ ലൈലത്തുൽ ഖദറിൽ ഒരു 10 ആയത്ത്, ഏതായത്തും ആവും, ഏത് സൂറത്തിൽ നിന്നാവും, 10 ആയത്ത് ലൈലത്തുൽ ഖദറിൽ ഓതാ പാരായണം ചെയ്യാം. ബഹുമാനപ്പെട്ട ഇമാം റൂഹുൽ ബയാൻ എന്നുള്ള കിതാബിൽ പറയുന്നുണ്ട്, 10 ആയത്ത് ഒരാൾ ചൊല്ലിയാൽ, ഓതിയാൽ അവനിക്ക് ആ ലൈലത്തുൽ ഖദറിന്റെ ഹുർമത്ത്, സവാബ്, അതിന്റെ കൂലി ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അത്രയേറെ പവിത്രമാകുന്ന ഒരു രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഹിബീങ്ങൾ, ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അന്നത്തെ രാത്രിയിൽ നല്ല ഇബാദത്ത് ചെയ്യാൻ, ശരീരത്തിലേക്ക് നല്ല ആഫിയത്തും ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാഫിയായ ഇൽമ നൽകണേ റഹ്മാനെ. മരിക്കുന്നതിനു മുമ്പ് മുത്തുനബിയെ കാണാൻ, റൗള ശരീഫ് കാണാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൂട്ടി അല്ലാഹ്, നീ ഞങ്ങൾക്ക് മാഫ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ പിടിച്ചു ശിക്ഷിക്കല്ല അല്ലാഹ്. ഇനി വരുന്ന രാത്രിയിലും പകലും പഠിക്കാനും നല്ലപോലെ അമല് ചെയ്യാനും അല്ലാഹ് ഞങ്ങളുടെ ശരീരത്തിലേക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.